പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 15 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നീ എൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ, നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ
വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ചില രസങ്ങളുണ്ടാവും. ബൈബിളിൽ ഒരിക്കൽ പറയുന്നതിനോട് ദൈവം ചില സമയത്ത് നേരെ അതിൻ്റെ എതിര് പറയും. അപ്പോൾ കൺഫ്യൂഷൻ ആകണ്ട, രണ്ട് ടൈമിൽ പറഞ്ഞ പോലെ കണക്കാക്കിയാൽ മതി. ജീവിതത്തിൻ്റെയും രണ്ട് ഘട്ടം. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായി 9:13 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. അപ്പൊ നീതിമാന്മാരെ വിളിക്കാനല്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരെ വിളിക്കാനാണ്? പാപികളെ വിളിക്കാനാണ്. അപ്പം ഇത് ആണ് ഈശോയുടെ നിലപാട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ നിലപാട് മാറും. പാപികളെ വിളിക്കത്തില്ല. പാപം ചെയ്യാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറയുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെ പാപം ചെയ്തല്ലേ, പാപത്തിന് പരിഹാരം ഈശോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബൈബിൾ അവസാനം പറയുവാണേ, ഇനി പാപം ചെയ്യാനുള്ള ആൾക്കാർ ചെയ്തോ, വ്യഭിചരിക്കേണ്ടവർക്ക് വ്യഭിചരിക്കാം, കക്കേണ്ടവർക്ക് കക്കാം, എല്ലാവർക്കും ലൈസൻസ് കൊടുക്കും. വെളിപാട് 22 അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞു കൊള്ളട്ടെ. ആരും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഒരു ദൂതപുത്രനും തിരിച്ചു വരണ്ട, അവിടെ തന്നെ കിടന്നാൽ മതി. ഒരു പുസ്തകമൊന്നുമില്ല, പന്നിക്കൂടി തന്നെ കിടന്നാൽ. കുറച്ച് നാൾക്ക് വെളിപാടിൻ്റെ പുസ്തകം എഴുതുന്ന കാലത്ത് തന്നെ, എഴുതുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഈ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, മോഷ്ടാവ്, എഫേസ്യർ 4:28, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. വേണ്ട, അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. അതായത് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ബൈബിളാണ്. ഒരു ടൈം കഴിയുമ്പോൾ അത് ഓഫർ കഴിഞ്ഞ് പാപയ്ക്ക് കയറി വരാനും പാപക്ഷമ സ്വീകരിക്കാനും വേണ്ടിയുള്ള ഒരു ഓഫർ ടൈമുണ്ട്. ഓഫർ ടൈം കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും സ്വീകരിക്കത്തില്ല. അതാണ് പറയുന്നത്, നീതി പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിക്കട്ടെ. ഏറ്റവും രസം എന്ന് വെച്ചാൽ വെളിപാട് അടിപൊളി പുസ്തകമാണ്. വെളിപാട് പറയുന്നത് ഭീരുക്കൾ അവിശ്വാസികൾ. വെളിപാട് 21:8 എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പൊ ഞാനവർക്ക് ദുഃഖ വെള്ളിയാഴ്ച അവിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സഭ. പക്ഷെ ബൈബിള് ഈ അവിശ്വാസികളെ കാണിക്കുന്നത് എന്താണ്? വിശ്വസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം ദുരഭിമാനം കൊണ്ടും സ്വന്തം തന്നത്തെ അയാൾ തന്നെ ദൈവമായിട്ട് അയാൾ അംഗീകരിക്കുന്ന കാരണവും ഈ ഹ്യൂമനിസ്റ്റിൻ്റെയൊക്കെ പ്രശ്നം അതാണല്ല. വലിയ മാനവികതയൊക്കെ പറയുന്നതിൻ്റെ പേരിൽ എന്താണ്? താൻ തന്നെ ദൈവം എന്നുള്ളതാണ് വിഷയം. മനുഷ്യൻ തന്നെ ദൈവം.
അപ്പോൾ ആ ഒരു ഐഡിയയിലേക്കാണ് ഈ ഹ്യൂമനിസമൊക്കെ പോണത്. ഉൾക്കൊണ്ട ഒരു കാര്യം ബൈബിൾ തന്നെ ഒന്നും ഉൾക്കൊള്ളില്ല. കാര്യം അതന്നെ അതിനെ കണ്ടിരിക്കുന്നത് അവൻ ധൈര്യമില്ലാത്തവനാണ്. എന്താണ്? ദൈവത്തെ ഏറ്റു പറയണമെങ്കിൽ കുറച്ച് ധൈര്യം ഉണ്ടാകണം. അവന് ധൈര്യമില്ലാത്തവന് മനുഷ്യൻ്റെ മുമ്പിൽ ദുരഭിമാനം കൊണ്ട് വിശ്വാസം ഏറ്റു പറയാൻ പറ്റാത്തവൻ ആരാണ്? ഭീരുക്കളാണ്. ആ ഭീരുക്കൾ തന്നെയാണ് അവിശ്വാസികൾ. അവിശ്വാസികളുടെ റാങ്ക് എന്ന് പറയുന്നത് ആരുടെ റാങ്കാണ്? വ്യഭിചാരികളെ കൊലപാതകളെന്ന് പറഞ്ഞ റാങ്ക് കിടക്കണത്. അപ്പോൾ അവിശ്വാസികൾ നെളിയേണ്ട ഒരു കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് അല്ല, അത് നിങ്ങളുടെ ശാപമാണത്. കാര്യം വിശ്വസിക്കാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട്. 1:19 ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ച ക്രമീകരണത്തെ വെറുതെ നോക്കിയാൽ മതിയല്ല. ഞാൻ ചിലപ്പോൾ ഓർക്കുകയും ഈ വലിയ തടാകം പോലുള്ള മേഘങ്ങളല്ലേ ഈ നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുന്നത്, അത് അങ്ങനെ തന്നെ പൊത്തുമെന്നും പറഞ്ഞ് ഇപ്പോൾ വീഴുന്ന കൊണ്ടല്ലേ നിലച്ചെറിയ സമയത്ത് മിന്നൽ പ്രളയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രവചനാതീതമായിട്ടുള്ള ഭവിഷ്യത്തുകളെന്നൊക്കെ പറയുന്നത് ഇനിയുള്ള കാലങ്ങളിൽ പേടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ഞാൻ ഓർക്കുകയെ ഈ തടാകം വലിയ തലക്ക് മുകളിൽ നിൽക്കുന്നത് എത്രയോ ടണ്ണായിരിക്കും, എത്രയോ കിലോമീറ്റർ ആയിരിക്കും. ആ മേഘങ്ങളെയൊക്കെ ആ വെള്ളക്കെട്ട്, അത് വെള്ളക്കെട്ടാണല്ലോ, ആ വെള്ളക്കെട്ടിനൊക്കെ അത് തലക്ക് മുകളിൽ കാറ്റിൽ പറക്കാവുന്ന ഒരു പരുവത്തിലാക്കി മേഘമാക്കി മാറ്റുന്ന പിന്നിലുള്ളൊരു ബുദ്ധിയില്ലേ, അത് ആർക്കാണ് മനസ്സിലാകാത്തത്? അതാണ് പൗരസഭ പറയണത്. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതൊക്കെ അറിയാവുന്ന എന്നാൽ ആ രീതിയിലാണ് ലോകത്തിൻ്റെ ഈ ക്രമീകരണം വച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ദുരഭിമാനം കൊണ്ട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ പരിണാമവാദത്തെ ആൾക്കാർ പരിണാമവാദം നടക്കണമെന്നില്ലെന്നല്ല, സൃഷ്ടികൾക്ക് ശേഷങ്ങളിൽ പരിണാമം ഉണ്ടാവും. സൃഷ്ടമായിട്ടുള്ള അത് നമുക്ക് സ്വാഭാവികമായിട്ട് കാണാമല്ലോ. സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പരിണാമങ്ങൾ സൃഷ്ടിയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന പരിണാമങ്ങളും ഉണ്ടാകും. പക്ഷെ പരിണാമം മാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ വലിയ അയുക്തി എന്തുണ്ട്? അപ്പോൾ ഇതൊക്കെ മനുഷ്യർ സൂക്ഷിക്കുമ്പോൾ അവിശ്വാസികളെന്ന് പറയുന്ന ഒരു വർഗം ശരിക്കും പറഞ്ഞാൽ അത് യുക്തിസഹമല്ല. ശരിക്കും അതാണ് ബൈബിളിൻ്റെ ഒരു കണക്ക്. അവർ വിശ്വാസം ഏറ്റു പറയാൻ ഭീരുക്കളാണ്. അതുകൊണ്ടാണ് ഭീരുക്കൾ അവിശ്വാസികളെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം വിശ്വാസം ഏറ്റു പറയുന്നത് ധൈര്യമാണ്. തന്നെയല്ല ഈ നിരീശ്വര പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ച ആൾക്കാരെ വളരെ കാണുക. പക്ഷേ ഈശ്വരവിശ്വാസത്തിൻ്റെ പേരിൽ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതുമാത്രം രക്തസാക്ഷികളാണ് ഉള്ളത്. അവർക്കൊക്കെ അനുഭവങ്ങളില്ലാതിട്ടാണ്. ദൈവാനുഭവം എന്ന് പറയുന്നത് ആന്തരികമാണത്. ആ അനുഭവമുള്ളവർ ആ ബോധ്യത്തിൽ തന്നെ അവർ ജീവിക്കും. അതിനെതിരെ അതിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ജീവനായും കൊടുക്കണത് അതിന് പകരം. അതാണ് ദൈവവിശ്വാസത്തിൻ്റെ കരുത്ത് ഭൂമി നിൽക്കുന്നതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അവസാനം വരെ ദൈവം ഇങ്ങനെ അനുതാപത്തിലേക്ക് പാപികളെ വിളിക്കുന്നുണ്ടെങ്കിലും അനുതാപത്തിൻ്റെ അവസരം നഷ്ടപ്പെടുന്നു. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അവന് അവസരം ലഭിച്ചില്ലെന്ന്. അപ്പം അനുതാപം ഒരു അവസരമാണ്. അതുകൊണ്ട് ആ അവസരം ദൈവം തന്നിട്ട് ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എൻ്റെ അനുതാപം സ്വീകാര്യമല്ലാതെ വരും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇനി അനീതി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? തിന്മ ചെയ്യുന്നത് തിന്മ ചെയ്യട്ടെ. അപ്പം ഈ അവസരം ഒരു നോൻപുകാലം ഒരു അവസരമാണ്. ഓരോ മനുഷ്യർക്കും ഇതുപോലെ ദൈവം ഓരോ സമയം കൊടുത്തിട്ടുണ്ട് അവസരം. ആ അവസരത്തെ തന്നെ അവനെ അനുദപിക്കണം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അനുതാപം സ്വീകാര്യമായിരിക്കത്തില്ല. സ്വീകാര്യമായ സമയത്താണ് നമ്മുടെ അനുതാപം പോലും ദൈവം സ്വീകരിക്കുന്നത്. ബൈബിളിലെ 2 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നില്ലേ? ഇതാണ് സ്വീകാര്യമായ സമയം. 2 കൊരിന്ത്യർ 6:2
അവിടുന്ന് അരുൾ ചെയ്യുന്നു, അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഈ നോൻപ് കാലത്തിന്റെ അരൂപി മനസ്സിലാക്കിക്കൊണ്ട് അനുതാപത്തിലേക്ക് വന്ന് ദൈവത്തെ സ്വീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.